അൽഹംദുലില്ലാഹ്, അള്ളാഹുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു ബലിപ്പെരുന്നാൾ നമുക്ക് അള്ളാഹു ഏർപ്പാടി തന്ന ബലിപ്പെരുന്നാളിലെ ശുഭാശയ നിങ്ങൾക്കെല്ലാവരും എന്നാണ് ചൊന്നുകൊണ്ടുള്ള. അതോടൊപ്പം അള്ളാഹുടെ മഹാന്മാരായ 1,24,000 ചില്ലറ അമ്പിയ മുർസലീങ്ങളെല്ലാവരും ഹജ്ജ് ചെയ്തെങ്കിത്തെ ആ കഅബാലയത്ത് ലോകത്തെ ലക്ഷക്കണക്കിൽ ആൾമാർ ഹജ്ജ് ബേനായി ഒരുമിച്ച് കൂടിയെങ്കിത്തെ സന്തോഷത്തെ നിമിഷം മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള 1,24,000 ചില്ലറ പ്രവാചകന്മാർ നടന്ന് കിടന്ന് പ്രബോധനം ചെയ്ത് അതുപോലെ ഹജ്ജിലെ കർമ്മങ്ങൾ നിർവഹിച്ച് ആ മണ്ണിൽ ലോകത്തെ ലക്ഷക്കണക്കിൽ ഹാജിമാർ ആണിങ്ങ പെണ്ണിങ്ങ എല്ലാവരും കൂടി നടന്നുകൊണ്ടും ഹജ്ജിലെ കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ടും റെസ്റ്റ് എടുത്തുകൊണ്ടും ദ്വാർന്നുകൊണ്ടും എല്ലാ കാര്യങ്ങൾ ചെയ്തുകൊണ്ടുള്ളെങ്കിലത്തെ സന്തോഷത്തെ സന്ദർഭമായിരിക്കും. ആ സന്തോഷത്തെ സന്ദർഭത്തിൽ ഒരുമിച്ച് കൂടും നമുക്കെല്ലാവർക്കും അള്ളാഹു ഒരുപാട് പ്രാവശ്യം തൗഫീഖ് നൽകുമാരാകട്ടെ. അവിടെ ഒരുമിച്ച് കൂടിയങ്ങളതെല്ലാം അള്ളാഹു കബൂലാക്കുമാരാകട്ടെ. അങ്ങ് അള്ളാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് പൂർണ്ണമായും ഇജാബത്ത് കൊടുക്കുക. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഹജ്ജിന്റെ സമയത്ത് ഒരു പക്കത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ടീം ആൽമാർ വന്ന് പൽക്ക വരഞ്ഞ കൂട്ടത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അങ്ങലൊട്ടിയെ ഈ കൂടിയ എല്ലാവരെയും ഹജ്ജാജിമാരെ എല്ലാ ദോഷത്തെ അള്ളാഹു മാഫാക്കടാ ചൊന്ന് ചൊന്നപ്പ അതിൽപ്പെട്ട ഒരാൾക്ക് എടുത്ത് ഇങ്ക് മാത്രമാ അല്ല ലോകത്തുള്ള എല്ലാവർക്കും മാഫാവിടാണ്. അപ്പോൾ നബി സല്ലല്ലാഹു തങ്ങ ജന്നാമതപ്പെട്ട ആ ക്വസ്റ്റ്യൻ കേട്ടത് ആൻസർ ചൊല്ലുമ്പോൾ ചൊന്നെ ലോകത്തുള്ള എല്ലാ മോമിനിങ്ങൾക്കും മോമിനാത്തുങ്ങൾക്കും ഉണ്ട് അള്ളാഹു മാഫാക്കടാണ്. അപ്പം അത്രയും വലിയ ഹജ്ജി ചൊല്ല ആ കർമ്മത്തിൽ ഒരുമിച്ച് കൂടിയ അങ്ക് കൊടുക്കണമെങ്കിൽ ആ സന്തോഷത്തെ കൂട്ടത്തിൽ ലോകത്തുള്ള എല്ലാവർക്കും അള്ളാഹു മാഫ് തണ്ട. പ്രത്യേകിച്ച് പെരുന്നാളിൻ്റെ നാളിൽ അള്ളാഹു മലക്കങ്ങളെ സാക്ഷി നിപ്പാടിയിട്ട് എല്ലാവർക്കും മാഫ് തണ്ട. അപ്പോൾ ഇതെല്ലാം നമുക്ക് തിരിപ്പാട്ട് ഞങ്ങളുടെ ദോഷങ്ങളെല്ലാം വീണ്ടും മാഫാവും. അങ്ങനെ പുതിയ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് കമ്മനാക്കി വന്നറ അതേപോലെ ഞങ്ങളുടെ കൽബും ഞങ്ങളുടെ ഇനിയുള്ള ജീവിതം അതേ കമ്മനയുള്ള സന്തോഷമുള്ള ജീവിതാക്കവും ഞങ്ങളെല്ലാവരും ശ്രമിക്കും. ആ കൂട്ടത്തിൽ പരിശുദ്ധമായ ഈ പെരുന്നാൾ ലോകത്തെ നാനാഭാഗത്തുള്ള മോമിനിയങ്ങൾക്ക് ചൊമ്മെന്നും ചൊല്ലകത്തില്ല. ഇന്ത്യത്തും ചില പ്രദേശങ്ങളിലെല്ലാം സന്തോഷത്തോടെയുള്ള പെരുന്നാൾ ആചരണ എല്ലാവർക്കും ഇക്കൊണ്ടില്ല. അതേ സന്ദർഭത്തിൽ അള്ളാഹു നമുക്ക് ഈ നിയമത്ത് വർഷം പ്രതി നമുക്ക് ആവർത്തിച്ച് എല്ലാ വർഷം ഇതേപോലെ ഒന്നരക്കാണ്ടിയാറ സന്തോഷത്തിൽ സൗകര്യത്തിൽ അള്ളാഹു തന്നുകൊണ്ടുള്ള ആ ഓർമ്മയോടെ ആ ബോധത്തോടുകൂടെ ഈ പെരുന്നാളിൽ ഞങ്ങൾ ആചരണാക്കണം. അതോടുകൂടെ ബലികർമ്മങ്ങൾ നിർവഹിക്കണങ്ങ കൃത്യമായും സ്വഹീഹാവുടെ വിധത്തിൽ പെർഫെക്റ്റായി കറക്റ്റായിട്ട് ഒരു പൂർണ്ണമായ രീതിയിലുള്ള ബലി അർപ്പിക്കൽ കൂടി നടത്തുകയുള്ള ശ്രമങ്ങൾ നമുക്ക് വേണം. ഒരു ചെറിയൊരു എക്സാമ്പിൾ ചൊല്ലെങ്കിൽ ബലി കർമ്മങ്ങൾ നടത്തുമ്പോൾ ഉദുഹിയത്ത് നടത്തുമ്പോൾ ഇപ്പം എല്ലാവരും ഈ പൈയുടെ അല്ലെങ്കിൽ ആരുടെ അറുക്കൂബേനായിട്ട് കീഴിടുമ്പോൾ കൽത്തിരങ്ങനെ തിരിച്ചിട്ടിട്ട് സാധാരണ കാണും. ഒരു എക്സാമ്പിൾ ഞാൻ ചൊല്ലി ആണ് കൽത്തിരങ്ങനെ തിരിച്ചിട്ട് ഒരിടലിങ്ങനെ ഇട്ടെങ്കിട്ട് കണ്ടെങ്കിൽ എത്ര ജോറ് പയ്യായെങ്കിലും പിന്നെ അത് പിടക്കൊന്നും ജോറിൽ പിടക്കമുള്ളാവില്ല. കാരണം അതിലെ കൽത്തിര മുള്ളു കട്ടാവും. അങ്ങനെ മാത്രം കൽത്തിര മുള്ളു കട്ടായെങ്കിൽ ആ മൃഗ ഉദുഹിയത്ത് ആവില്ല, അത് ഉദുഹിയത്ത് സഹിയാവില്ല. അപ്പോൾ ഇപ്പം നിസ്കാരം കഴിഞ്ഞിട്ട് ഉദയത്തേക്ക് പോകണമെങ്കിൽ എത്തങ്ങ് എല്ലാവരും അവിടെ ആർക്കു കീഴിൻ്റെ അവിടെ ഈ വിഷയത്തെ ശ്രദ്ധിച്ചിട്ട് ഒരു എക്സാമ്പിൾ ചൊല്ലി ഇങ്ങനത്തെ എത്രമാ കാര്യങ്ങൾ അത് നിങ്ങൾക്കതിരെ ഇത് കൊണ്ടില്ല അത് അങ്ങ് കൊന്തിക്കിട് അങ്ങനത്താക്കുന്ന കഷ്ടവിടെ അർജന്റ് ആക്കുമായിട്ട് വേഗം ഒരു ഇങ്ങനെ കീഴിട്ട് വിട്ടാറ് കൽത്തിരെ തിരിച്ചിട്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ ചൊന്നെ. അപ്പോൾ ഞങ്ങൾ ഉദയത്തേക്ക് ഇവിടെല്ലാം പൈസ കൊടുത്തിട്ട് ഒട്രാസിങ്ങനെ ആക്കുന്ന സന്ദർഭത്തിൽ ഇതെല്ലാം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉദയത്ത് സഹിയാവില്ല. അങ്ങനെ തുടങ്ങി പെരുന്നാളുമായി ബന്ധപ്പെട്ട സർവ്വകാര്യങ്ങളും ഈ രീതിയിൽ ശ്രദ്ധിച്ചിട്ട് ചെയ്യണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുക. വിശാലമായി പൽക്കവരെ ഉദ്ദേശിക്കില്ല. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാം ആ കുടുംബത്തെ നെനപ്പാക്കിടങ്കത്തെ വലിയൊരു സ്റ്റോറിയെ വർഷം പ്രതി നെനപ്പാക്കിടങ്കത്തെ ഒരു സന്ദർഭമായിട്ട് ബലിപ്പെരുന്നാൾ. ഇപ്പം ഞങ്ങൾ ഊഹിയത്ത് കൊടുക്കുക അത് സമയത്ത് ആ ബലികർമ്മത്തെ നെനപ്പാക്കിടങ്കത്തേതായിരിക്കും. ഹജ്ജിലെ പ്രതി ഒരു സബ്ജക്റ്റും അതുപോലെ ആ കുടുംബത്തെ ഒരു സ്റ്റോറി ഞങ്ങൾക്ക് നെനപ്പാക്കി തന്നെങ്കത്തെ അനുസ്മരണയാക്കി തന്നെങ്കത്തെ കാര്യമായിരിക്കും. അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് അർത്ഥാവിടെങ്കത്തൊരു മെസ്സേജ് എന്തെങ്കിൽ അള്ളാഹുടെ ദീനിന് മേനായ 6 നല്ല രീതിയിൽ ഇഖ്ലാസോടെ ഏത് സൽക്കർമ്മം ചെയ്തെങ്കിലും അതിൽ അള്ളാഹു ഖിയാമത്ത് നാൾ തോലെ ബാക്കി വയ്ക്കുക. ഔലിയാക്കന്മാരും ആരിഫീങ്ങളുള്ള ചരിത്രങ്ങളും ഉറൂസുകളും അതുപോലെ അങ്ങനെ സ്റ്റോറികളും അനുസ്മരണകൾ 4 ഭാഗത്ത് നടക്കിടൽ അതിലെല്ലാം കാരണം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ ആ കുടുംബത്തെ സ്റ്റോറിയെ നിങ്ങൾക്ക് മയ്യാവുള്ളൂ. ഇതൊക്കെല്ലാത്തും പ്രൂഫായി ഏതൊരു മനുഷ്യ അള്ളാഹുടെ ദീനി മേനായി ഇഖ്ലാസോടെ കറക്റ്റ് അള്ളാഹ് കബൂലാവുടെ വിധത്തിൽ ആരെ തോരിക്കുക വേനായിട്ടാ അല്ലെങ്കിൽ അംഗീകാരത്തിന് വേനായിട്ടാ അല്ലാണ്ട്
കൃത്യമായ ഇഖ്ലാസോട് കൂടെ അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ടായെങ്കിൽ അങ്ങനത്തെ സ്റ്റോറി അള്ളാഹു ഖിയാമത്ത് ബാക്കി വെക്കണം. അതിൽ എക്സാമ്പിൾ ആയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും കുടുംബവും. അപ്പൊ അങ്ങനത്തെ ആ സ്റ്റോറി ബാക്കി വെക്കുന്നതിൽ ഇല്ലാണ്ടാക്കുള്ള എന്ത് കുതന്ത്രങ്ങൾ ദുനിയാവിൽ നടന്നെങ്കിലും അത് നടക്കു പോകില്ല. കാരണം അള്ളാഹു ഏറ്റെടുത്ത് അള്ളാഹിരിക്കുക ആ സ്വരം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതിൽ ഞങ്ങൾക്ക് കിട്ടിയ മെസ്സേജ് ഞങ്ങളുടെ ലൈഫും ആ സ്റ്റൈലായെങ്കിൽ ഞങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെന്നും നിലനിൽക്കലെങ്കത്തെ ഒരു നനപ്പ് ദുനിയാവിൽ അള്ളാഹു ബാക്കി വെക്കണം. അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ.